ഫെബ്രുവരി മാസത്തെ ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതായി മാനേജ്മെന്റിന് കത്ത് നൽകി ജീവനക്കാർ. വരും ദിവസങ്ങളിൽ സമരങ്ങൾ നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ശിവദാസ് പറഞ്ഞു. 1700ഓളം വരുന്ന തൊഴിലാളികളുടെ ശമ്പളം നൽകാത്തത് മാനേജ്മെന്റ് തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് BMS ആരോപിച്ചു. കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘത്തിൻ്റെ തൊഴിലാളികൾക്ക് എല്ലാ മാസവും 7-ാം തീയതി ശമ്പളം കൊടുക്കാമെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2024 മുതൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് കൃത്യമാസങ്ങളിൽ തന്നെ ശമ്പളം കൊടുക്കാറില്ല. ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലിലേക്ക് രോഗികളെ കൊണ്ടുപോയും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തി സാധാരണക്കാരനെ സഹായിക്കുന്ന 108 ആംബുലൻസിൻ്റെ തൊഴിലാളികൾക്ക് 2025 ഫെബ്രുവരി മാസം ജോലി ചെയ്ത ശമ്പളം മാർച്ച് 18-ാം തീയതി ആയിട്ട് പോലും മാനേജ്മെൻറ്റ് നൽകിയിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഈ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ആ തൊഴിലാളികളുടെ കരാറെടുത്തിരിക്കുന്ന കമ്പനി ഹൈദരാബാദുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ഈ 108 ആംബുലൻസിൻ്റെ കരാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ടെന്ന് കാരണം പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ തൊഴിലാളികളുടെ കുടുംബത്തിലെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അതർ ജില്ലകളിൽ നിന്ന് മാറി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘം കർശനമായിട്ട് തന്നെ ഉടൻ ശമ്പളം നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. എല്ലാ മാസവും ശമ്പളത്തിനായി സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും ഈ സ്ഥിതി തുടർന്നു പോകാൻ അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. തൊഴിലാളികളുടെ ജോലി സുരക്ഷയും ശമ്പള കുടിശ്ശികയും നൽകാൻ കഴിയാത്ത മാനേജ്മെന്റിനും അതിന് കൂട്ടുനിൽക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിനുമെതിരെയാണ് BMS വരും ദിവസങ്ങളിൽ IFT കേസുകൾ ഒഴിവാക്കിക്കൊണ്ട് സമരത്തിലേക്ക് പോകുന്നതെന്നും നേതാക്കൾ അറിയിച്ചു.